അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കഴിഞ്ഞ വീഡിയോയിൽ ഖലീൽ ജിബ്രാന്റെ ബയോഡാറ്റ ആയിരുന്നു നാം നോക്കിയിട്ടുള്ളത്. ഈ ഭാഗത്തിൽ ഖലീൽ ജിബ്രാന്റെ ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ് നമുക്ക് നോക്കാനുള്ളത്. ഈ ഭാഗത്ത് നിന്ന് പ്രധാനമായും ഏതെങ്കിലും ഒരു പാരഗ്രാഫ് കൊടുക്കുകയും അതിനോടനുബന്ധിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറുമാണ് പതിവ്. അപ്പോൾ ഇതിന് ശേഷം വരുന്ന ആക്ടിവിറ്റീസ് നമുക്ക് നോക്കണം. അതുപോലെ തന്നെ ഈ കഥയുടെ ഒരു വൽഹാസിൽ ചെറിയ രൂപം നമുക്ക് മനസ്സിലാക്കി വെക്കണം. അറബി വായിക്കാത്തത് വീഡിയോയുടെ ലെങ്ത് കൂടും എന്നുള്ളത് കൊണ്ടാണ് കഥ ചെറിയ രീതിയിൽ നമുക്ക് പറഞ്ഞു പോവാം. ശക്തമായ ഇരുട്ടുള്ള കാറ്റടിക്കുന്ന ഒരു രാത്രിയാണ്. കാദിഷ താഴ്വരയിലാണ് ഈ കഥ നടക്കുന്നത്. പ്രധാനമായിട്ടും ഇതിലെ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് ഒരു വിധവയായ സ്ത്രീയും അവളുടെ മകനുമാണ്. ശക്തമായ കാറ്റടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മഞ്ഞ് പെയ്യുന്നുണ്ട്. ആ താഴ്വരയിലുള്ള പാടങ്ങളെയും കുന്നുകളെയും ഒരു വെളുത്ത പേപ്പർ പോലെ ആ രാത്രിയാക്കി തീർത്തു. രാത്രിയുടെ കാറ്റ് പല അടയാളങ്ങളും മണ്ണിൽ ഉണ്ടാക്കുകയും മറ്റു കാറ്റുകൾ വന്ന് അതിനെ മായ്ച്ചു കളയുകയും ചെയ്യുന്നു. എല്ലാ ആളുകളും തങ്ങളുടെ വീട്ടിലേക്ക് അഭയം പ്രാപിച്ചു. മൃഗങ്ങളെയെല്ലാം ആലയിലാക്കി. അങ്ങനെ ആ നാട്ടിലെ ആ ഗ്രാമത്തിലെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശത്ത് ഒരു സ്ത്രീയും അവളുടെ മകനും മാത്രം ജീവിക്കുന്ന ഒരു ചെറിയ വീട്. വീട്ടിൽ ആ സ്ത്രീ തൻ്റെ വിളക്കിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട്, തൻ്റെ സ്റ്റൗവിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അവളുടെ വസ്ത്രം നെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ അടുക്കൽ അവളുടെ മകൻ കിടക്കുന്നുണ്ട്. ആ മകൻ അവളിലേക്കും അതുപോലെ തന്നെ ആ തീയിലേക്കും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു കാറ്റ് അടിച്ചു വീശി. ആ കാറ്റ് അവളുടെ വീടിൻ്റെ തൂണുകളെല്ലാം ഇളക്കി. പെട്ടെന്നുള്ള കാറ്റിൽ ഭയപ്പെട്ട ആ കുട്ടി തൻ്റെ ഉമ്മയുടെ അടുക്കലേക്ക് പെട്ടെന്ന് നീങ്ങി. ആ ഉമ്മ കുട്ടിയെ എടുത്തുകൊണ്ട് അവളുടെ മാറിടത്തിലേക്ക് ചേർത്തു. ഒരു ഉമ്മ നൽകിക്കൊണ്ട് കുട്ടിയെ തൻ്റെ കാലിൽ കിടത്തി. എന്നിട്ട് ആ കുട്ടിയെ ഉമ്മ ആശ്വസിപ്പിക്കുകയാണ്. മകനെ, നീ ഭയക്കേണ്ട ആവശ്യമില്ല. പ്രകൃതി മനുഷ്യന് അവൻ നിസാരക്കാരനാണെന്നും ദുർബലനാണെന്നും അവൾ ശക്തിയുള്ളവളാണെന്നും വലിയവളാണെന്നും അറിയിച്ചു കൊടുക്കുകയാണ്. നീ പേടിക്കേണ്ടതുള്ള മകനെ. ഈ ശക്തമായി പെയ്യുന്ന മഴക്കും ഈ വീഴുന്ന മഞ്ഞിനും കൂട്ടം കൂടി നിൽക്കുന്ന മേഘങ്ങൾക്കുമെല്ലാം പിന്നിൽ എല്ലാം അറിയുന്ന, കുന്നുകൾക്ക് എന്താണ് വേണ്ടത്, പാടങ്ങൾക്ക് എന്താണ് വേണ്ടത്, എല്ലാം അറിയുന്ന ഒരു സൃഷ്ടാവുണ്ട്. അതിൻ്റെ എല്ലാം പിന്നിൽ ദൈവമുണ്ട്. നീ പേടിക്കേണ്ട. അതുപോലെ തന്നെ വസന്തകാലത്തിൽ പ്രകൃതി ചിരിക്കുകയും സമ്മർ കാലഘട്ടത്തിൽ അവൾ ചിരിക്കുകയും അതുപോലെ തന്നെ ഈ ശൈത്യകാലത്ത് അവൾ കരയുകയും ചെയ്യുകയാണ്. അവളുടെ കണ്ണുനീരിൽ നിന്ന് അഥവാ മഴയിൽ നിന്ന് ഈ ഭൂമിയിലുള്ള സർവ്വ ജീവനുകളെയും അവൾ കുടിപ്പിക്കും. എൻ്റെ മകനെ, നീ ഉറങ്ങുക. നീ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ആകാശത്തെ തെളിഞ്ഞതായി നിനക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മരണത്തോട് മല്ലിട്ട് മരിച്ച ഒരാൾ എങ്ങനെയാണ് ഒരു വെളുത്ത വസ്ത്രത്തിൽ കിടക്കുന്നത്, അതുപോലെ തന്നെ ഈ പാടങ്ങളെയെല്ലാം മഞ്ഞുകൊണ്ട് പുതച്ചു മൂടിയതായിട്ട് നിനക്ക് കാണാൻ കഴിയും. മകനെ, നമ്മുടെ ഉപ്പ നമ്മളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അവരുടെ ഓർമ്മകൾ നമുക്ക് നൽകുന്ന ഇത്തരത്തിലുള്ള മഞ്ഞുകളും കാറ്റുകളും എത്ര നല്ലതാണ്. ഈ മഴയിൽ നിന്നും കാറ്റിൽ നിന്നുമെല്ലാം ഇതിനെല്ലാം ശേഷം നാളെ നിനക്ക് ഭംഗിയുള്ള പുഷ്പങ്ങൾ, വസന്തകാലം വന്നു കഴിഞ്ഞാൽ നിനക്ക് ഭംഗിയുള്ള പുഷ്പങ്ങൾ പറിക്കാനാവും. അപ്രകാരം തന്നെയാണല്ലോ മോനെ ജീവിതത്തിൻ്റെ കാര്യവും. ഒരു സന്തോഷവും വരുന്നില്ല അത് വളരെ വിദൂരമായ ദുഃഖങ്ങൾക്ക് ശേഷമല്ലാതെ, കൈപ്പേറിയ സഹനങ്ങൾക്ക് ശേഷമല്ലാതെ, നശിപ്പിക്കുന്ന നിരാശകൾക്കും ശേഷമല്ലാതെ, എല്ലാ പ്രയാസങ്ങൾക്കും ശേഷമാണ് സന്തോഷങ്ങളുള്ളത്. മകനെ, നീ നല്ലപോലെ ഉറങ്ങുക. രാത്രിയുടെ ഭയാനകതയിൽ നിന്നും തണുപ്പിൻ്റെ ശക്തിയിൽ നിന്നും നിർഭയനായിക്കൊണ്ട് നല്ല സ്വപ്നങ്ങൾ നിനക്ക് വരും. നീ നല്ല രീതിയിൽ ഉറങ്ങുക. ഇങ്ങനെ തൻ്റെ മകനെ സമാധാനിപ്പിച്ചുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു. കുട്ടിക്ക് വളരെ നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു. കുട്ടി തൻ്റെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഉമ്മ, എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്. നിസ്കാരത്തിന് മുമ്പ് ഞാൻ ഉറങ്ങിപ്പോവോ എന്ന് ഞാൻ ഭയക്കുന്നുണ്ട് ഉമ്മ. ഇത് കേട്ടപ്പോൾ ഉമ്മാക്ക് വളരെയധികം സന്തോഷമായി. ഉമ്മ തൻ്റെ മകനെ സ്നേഹത്തോടു കൂടെ വാത്സല്യത്തോടു കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഉമ്മ തൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ റബ്ബേ, ഈ പാവങ്ങൾക്ക് നീ വാത്സല്യം നൽകണമേ. അവരുടെ ശക്തമായ തണുപ്പിൽ നിന്ന് നീ സംരക്ഷണം നൽകണമേ. അവരുടെ നഗ്നമായ ശരീരങ്ങളെ നിന്റെ കൈകൊണ്ട് നീ മറച്ചു നൽകണമേ. റബ്ബേ, കൂരകളിൽ ഉറങ്ങുന്ന യതീമായിട്ടുള്ള മക്കളിലേക്ക് നീ നോക്കണേ. മഞ്ഞുകൾ അവരുടെ ശരീരത്തിൽ മുറിവാക്കുന്നുണ്ട്. വയ്യോരങ്ങളിൽ കിടന്നുറങ്ങുന്ന മരണത്തിൻ്റെയും തണുപ്പിൻ്റെയും നഖങ്ങൾക്കിടയിൽ
കിടന്നുറങ്ങുന്ന വിധവകളിലേക്ക് നീ കേൾക്കണേ. അവരുടെ സമ്പന്നരുടെ കൽബിലേക്ക് നീ നിന്റെ കൈകളെ നീട്ടണേ. അവരുടെ കണ്ണുകൾ നീ തുറപ്പിച്ച് പാവങ്ങളുടെ കഷ്ടപ്പാടുകളെ നീ അവർക്ക് കാണിച്ചു കൊടുക്കണേ. അതുപോലെ തന്നെ ഈ ശക്തമായ ഇരുട്ടുള്ള രാത്രിയിൽ വാതിലുകൾക്ക് മുമ്പിൽ നിൽക്കുന്ന വിശക്കുന്നവർക്ക് നീ കരുണ നൽകണമേ. സ്ഥലമറിയാതെ ദിശയറിയാതെ അലഞ്ഞു തിരിയുന്ന വൈദേശികൾക്ക് അവർക്ക് നീ അഭയം നൽകണമേ. അവരുടെ ഏകാന്തതയിൽ നീ കരുണ നൽകണമേ. അതുപോലെ തന്നെ ചെറിയ കുരുവികൾക്ക് അവയിലേക്ക് നീ നോക്കണമേ. നിന്റെ കൈകൊണ്ട് അവരുടെ മരങ്ങൾക്ക് ഈ കാറ്റിൽ നിന്നും എല്ലാത്തിൽ നിന്നും നീ സംരക്ഷണം നൽകണമേ. ഇങ്ങനെ ആ ഉമ്മ കുറച്ചു നേരം പ്രാർത്ഥിച്ചു. അതിനുശേഷം തൻ്റെ മകനെ ശക്തമായിട്ട് ഉറക്കം വരുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. മകൻ ഉറക്കത്തിലേക്ക് പോയി. ആ ഉമ്മ തൻ്റെ മകനെ വിരിപ്പിലേക്ക് കിടത്തിക്കൊണ്ട് അവൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് അവൾ തൻ്റെ വിളക്കിൻ്റെ അടുക്കിലേക്ക് പോയി അവളുടെ തുന്നൽ വീണ്ടും ആരംഭിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഈ കഥയിൽ നിന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇതിന് ശേഷം കൊടുത്തിട്ടുള്ള 3 ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ആക്ടിവിറ്റീസിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് പരീക്ഷയ്ക്ക് ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് വരികയാണെങ്കിൽ കൊടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് ഈ ആക്ടിവിറ്റീസ് കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും ഒന്നാമത്തത് ഉള്ളത് ചോദ്യത്തിന് ആൻസർ കൊടുക്കാനുള്ളതാണ്. അതിന് തഖ്തദിഉൽ ഹയവാനാത്തു ഫില്ലേലി, രാത്രിയിൽ എവിടെയായിരുന്നു ഹയവാനുകൾ ഉണ്ടാവുക, ജീവികൾ ഉറങ്ങുക, അവരെന്താണ് മറാബിദ്, അവരുടെ ആലയിലാണ് ഉറങ്ങുക. അതുപോലെ തന്നെ കൈഫ സൊബറൽ കാത്തിബ് മൻദറൽ ലൈലി, എങ്ങനെയാണ് ആ രാത്രിയെ കാത്തിബ് വിശദീകരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ പാരഗ്രാഫ്, ഈ കഥയുടെ ഒന്നാമത്തെ പാരഗ്രാഫ് ഹജമൽ ലൈലു മുസ്ലിയാൻ അലാ ഷമാലി ലബനാൻ, ആ പാരഗ്രാഫ് എഴുതിയാൽ മതിയാവും. അതുപോലെ തന്നെ മൻ കാനു ഫി മൻസിലിൽ മുൻഫരിദീൻ, ആ ഒറ്റപ്പെട്ട വീട്ടിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്, ആ ഉമ്മയും അർമിലത്തും അതുപോലെ തന്നെ അവരുടെ മകനുമാണ് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ മാതാക്കാണ് അമലു തിഫ്ലി എന്തമാ അസുഫത്തി റിയാഹു ബിഷിദ്ദ, ശക്തമായ കാറ്റടിച്ചപ്പോൾ ആ കുട്ടി എന്താണ് ചെയ്തത്. ആ കുട്ടി തൻ്റെ ഉമ്മയുടെ മുഖത്തേക്കും അതുപോലെ തന്നെ ആ വിളക്കിലേക്കും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ ശക്തമായ കാറ്റടിച്ചപ്പോൾ കുട്ടി തൻ്റെ ഉമ്മയിലേക്ക് നീങ്ങി. ലിമാദ ഇഖ്തറബ തിഫ്ലു മിൻ ഉമ്മിഹി, എന്തിനാണ് കുട്ടി തൻ്റെ ഉമ്മയിലേക്ക് പോയത്. ശക്തമായ കാറ്റടിച്ചപ്പോൾ അവരുടെ വീടിൻ്റെ തൂണുകൾ ഇളകുകയും ആ കുട്ടി ഭയക്കുകയും ചെയ്തു. ആ കുട്ടി തൻ്റെ ഉമ്മയുടെ വാത്സല്യത്തിലേക്കാണ്, വാത്സല്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഭയപ്പെട്ടത് കൊണ്ടാണ് ആ കുട്ടി തൻ്റെ ഉമ്മയിലേക്ക് പോയത്. മാതാ ഫാലത്തിൽ ഉമ്മു ഇന്ദമ ഇഖ്തറബ തിഫ്ലു മിൻഹ, ആ കുട്ടി തൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ ഉമ്മ എന്താണ് ചെയ്തത്. ഉമ്മ മകനെ എടുക്കുകയും മാറോട് ചേർക്കുകയും അതുപോലെ തന്നെ ഒരു ഉമ്മ നൽകുകയും തൻ്റെ മകനെ കാലിൽ കിടത്തി മകനെ ഉപദേശിക്കുകയും ചെയ്തു, മകനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കൈഫ ഹദ്ദാത്തിൽ ഉമ്മു തിഫ്ലഹ ഇൻദമാ ഉസീബു ബിൽ ലഹർ, ആ കുട്ടി പേടിച്ചുകൊണ്ട് ഉമ്മയിലേക്ക് ചെന്നപ്പോൾ ഉമ്മ എങ്ങനെയാണ് ആ കുട്ടിയെ ആശ്വസിപ്പിച്ചത്. ആ കുട്ടിയെ ഉമ്മയെ ആശ്വസിക്കുന്ന വളരെ സുദീർഘമായിട്ടുള്ള ഭാഗം തന്നെയുണ്ട്. കുട്ടിയോട് ഉമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ പ്രകൃതി മനുഷ്യനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാം കാണുന്ന ദൈവം ഉണ്ട്. അതുപോലെ തന്നെ ഈ വസന്തകാലത്തിൽ ചിരിച്ച ഈ പ്രകൃതി മഴക്കാലത്ത് കരയുകയാണ്, തൻ്റെ ഭൂമിയിലുള്ള ആളുകളെല്ലാം കുടിപ്പിക്കാൻ വേണ്ടി മഴ പെയ്യുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ എല്ലാ പ്രയാസങ്ങൾക്കും ശേഷമേ ഏതൊരു സന്തോഷമുള്ള കാര്യവും വരികയുള്ളൂ. ഇത്തരത്തിലുള്ള ശക്തമായ കാറ്റും മഴയൊക്കെ വന്നതിന് ശേഷമേ ഒരു വസന്തകാലം വരാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് കുട്ടിയെ ഉമ്മ സമാധാനിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അയ്യു ദർസി യുംകിൻ ഇസ്തിഖ്ലാസു മിൻ ഹാദിൽ കിസ്സ, ഈ കിസ്സയിൽ നിന്ന്, ഈ കഥയിൽ നിന്ന് നമുക്ക് എന്ത് ഒരു പാഠമാണ് നൽകുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് എഴുതി വെച്ചാൽ മതിയാവും. അത് പ്രധാനമായിട്ടും ഈ ഉമ്മയുടെ ഉപദേശവും ഉമ്മയുടെ വാത്സല്യവും ആ രീതിയിൽ നമുക്ക് കഥയെ നോക്കിക്കാണാം. അതുപോലെ തന്നെ ഈ കഥയിലെ പ്രധാനപ്പെട്ട ഉമ്മ പറയുന്നൊരു കാര്യം, എല്ലാ പ്രയാസങ്ങൾക്ക് ശേഷവും എല്ലാ സന്തോഷങ്ങളും ഏതൊരു പ്രയാസങ്ങൾക്ക് ശേഷവുമാണ് വരുന്നത്. ആ രീതിയിൽ നമുക്ക് ഈ കഥയെ വ്യാഖ്യാനിക്കാനാവും. അപ്പോൾ പല രീതിയിലും നമുക്ക് ഈ കഥയെ വ്യാഖ്യാനിക്കാനാവും. അതുപോലെ തന്നെ ഗ്രാമത്തിലുള്ള ഒറ്റപ്പെട്ടു പോയിട്ടുള്ള സ്ത്രീകളുടെ അവസ്ഥ, ആ രീതിയിലും നമുക്ക് കഥയെ വ്യാഖ്യാനിക്കാവും. നിങ്ങൾക്ക് എന്താണ് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്താം. അതുപോലെ തന്നെ മാതാ മാറ ദുആ ഉള്ളത് തലാവു തിഫ്ലു കബല നൗമി, ഈ കുട്ടി ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് പ്രാർത്ഥനയാണ് ആ കുട്ടി പറഞ്ഞത്. ആ അവസാന ഭാഗത്ത് പറയുന്ന പ്രാർത്ഥന നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ പ്രാർത്ഥന പറഞ്ഞാൽ മതിയാവും. അതുപോലെ തന്നെ ഹൽ ആജബത്തുക ഹാദിൽ കിസ്സ, നിനക്ക് ഈ കിസ്സ, ഈ കഥ ഇഷ്ടപ്പെട്ടോ. ഉദ്കുർ അസ്ബാബിൽ അജാബി തഫ്സീൽ, എന്തുകൊണ്ടാണ് ഈ കഥ ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ, എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്, ആ കാര്യം കൂടി എഴുതി കൊടുക്കുക. രണ്ടാമത്തത് ജുംല ഉണ്ടാക്കാനാണ്. താഴെ നൽകിയിട്ടുള്ള ലഫ്ലുകൾ കൊണ്ട് ജുംല ഉണ്ടാക്കാനാണ്. കഥയിൽ നിന്നുള്ള അൽഫാദുകളാണ്. ഇതുകൊണ്ട് ഒരു ജുംല ഉണ്ടാക്കുക. അപ്പോൾ മുസ്ലിയാൻ വളരെ വേഗത്തിൽ ഇഖ്തബ, മറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെല്ലാവരും അഭയം പ്രാപിക്കുക, തങ്ങളുടെ കുടിയിൽ അഭയം പ്രാപിച്ചു എന്ന് പറഞ്ഞല്ലോ, ആ അഭയം പ്രാപിക്കലാണ് ഇഖ്തബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലം യബ്ക, ബാക്കിയായിട്ടില്ല. മുഖൈഫൻ ഭയന്നവൻ. യുൻസിജു പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യുക എന്നാണ് അർത്ഥം. ഹസ്സ എന്ന് പറഞ്ഞാൽ ശക്തമായി ഇളക്കുക. ആ വിധവയുടെ വീണിൻ്റെ
കാശ് ഇളക്കി എന്ന് പറയുന്നുണ്ടല്ലോ, അതാണ് ഹസ്സ എന്നുള്ള പ്രയോഗം. ഖബ്ബല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുംബിക്കുക, ഈ ഇബ്തസമ ചിരിക്കുക, തഅവ്വഹ അത് ഖേദം പ്രകടിപ്പിക്കുക, അതുപോലെ തന്നെ വിഷമിക്കുക, ആ ഒരു അർത്ഥമാണ്, വേദനിക്കുക, അങ്ങനെയുള്ള അർത്ഥമാണ് തഅവ്വഹ എന്നുള്ള പദത്തിനുള്ളത്. അഷ്ഫഖ അല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാത്സല്യം കാണിക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ടുള്ളത് താഴെ നൽകിയിട്ടുള്ള ഇബാറത്തുകൾ കൊണ്ട് ഒരു ജുംല ഉണ്ടാക്കാനാണ്. ഇതേപോലെ പല പാഠത്തിൽ നിന്നുള്ള ഇങ്ങനെയുള്ള ഇബാറാത്തുകൾ നൽകിയാണ്ട് ജുംല ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഏതാണ് വരിക എന്ന് പറയാൻ കഴിയില്ല. ഒരു പാഠത്തിൽ നിന്നുള്ളത് മാത്രമല്ല, പല പാഠത്തിൽ നിന്നുള്ള വാക്കുകൾ മിക്സ് ചെയ്താണ് വരാറുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ ഒന്ന് ജസ്റ്റ് അർത്ഥം നോക്കി വെച്ചാൽ മതിയാവും. ഒന്നാമത്തത് ഇക്തബറ മുഹ്തമിയം ബിൻ ഹുബിൻ, സ്നേഹത്തിലേക്ക് അഭയം പ്രാപിച്ചുകൊണ്ട് ആ കുട്ടി തൻ്റെ ഉമ്മയിലേക്ക് അടുത്തു. അതുപോലെ തന്നെ തുരീദു അൻ തഅദൽ ഇൻസാൻ, മനുഷ്യനെ ഉപദേശം നൽകാനാണ് അവൾ വിചാരിക്കുന്നത്. ബി ഐനി ഷഫഖതി വറഹ്മതി, കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കണ്ണുകൊണ്ട്. അതുപോലെ തന്നെ ലാ തജ്സിയ യാ ഫല്ലത കബ്ദി, എൻ്റെ ഹൃദയത്തിൻ്റെ കഷ്ണമേ, എൻ്റെ കരളിൻ്റെ കഷ്ണമേ, നീ ഭയക്കേണ്ടതില്ല. തസ്തസ്കി റാബിദത തഹ്ത അത്ബാക്കി സറ, സറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയാണ്. ഭൂമിയുടെ തട്ടിൻ്റെ താഴെയുള്ള അഥവാ ഭൂമിയിലുള്ള ആളുകൾ, റാബിദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുകൾ, ആ ജീവനുകളെ അവൾ കുടിപ്പിക്കുന്നു. അതുപോലെ തന്നെ ബുആദിൻ അലീമിൻ, വളരെ വേദനയുള്ള വഴിദൂരം. അതുപോലെ തന്നെ വസുബിരിൻ മുരിൻ, അതുപോലെ തന്നെ ക്ഷമ, കൈപ്പേറിയ ക്ഷമ. വകനൂത്തിൻ മുൽത്തലിഫിൻ, നശിപ്പിക്കുന്നതായിട്ടുള്ള നിരാശ. വഖദ് കഹലൻ നുആസു ഐനഹു, ആ കുട്ടിയുടെ കണ്ണുകളെ ഉറക്കം കൺമശിയിട്ടു, അഥവാ നന്നായി ഉറക്കം വന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ലഖദ് അസ്കൽ അജ്ഫാനി അൽ ഖുറ, എൻ്റെ കണ്ണുകളെ ഉറക്കം, അജ്ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൻ്റെ പോളയാണ്, കണ്ണിൻ്റെ പോളകളെ ഉറക്കം കനം തൂക്കി, അഥവാ ഉറക്കം വന്നു എന്നുള്ളതിൻ്റെ പ്രയോഗങ്ങളാണ് അതൊക്കെ. ബൈന മഹാലിബിൽ മൗത്തി വാദ്ഫാറിൽ ബർദി, അദ്ഫാർ മഹാലിബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നഖങ്ങൾ എന്നുള്ള അർത്ഥം തന്നെയാണ്. മഹാലിബ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ നഖങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ ശക്തമായ തണുപ്പിൻ്റെയും നഖങ്ങൾക്കിടയിൽ. അതുപോലെ തന്നെ ആനക്കൽ ഖുറ നഫ്സസ്വബി, ആ കുട്ടിയുടെ ശരീരത്തെ ഉറക്കം ആലിംഗനം ചെയ്തു, അഥവാ ഉറക്കം ശക്തമായി വന്നു എന്നുള്ളതിൻ്റെ പദങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഈ രീതിയിലുള്ള ആക്ടിവിറ്റീസ് എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായി നോക്കണം. കഥയുടെ ഒരു ചെറിയ വൽഹാസിലും പഠിച്ചു വെക്കണം. ആക്ടിവിറ്റീസ് നിർബന്ധമായിട്ട് നോക്കണം. അതിനുള്ള എങ്ങനെയൊക്കെയാണ് ആൻസർ കൊടുക്കുക എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അർത്ഥങ്ങളും ജസ്റ്റ് നോക്കി വെച്ചാൽ മതിയാവും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.